വീണ്ടും ഞാൻ ഔട്ട്ഡോർ ചെന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് പ്രോഫിറ്റ് കിട്ടട്ടെ, നിങ്ങൾക്ക് നല്ലൊരു എൻട്രി കിട്ടട്ടെ എന്ന് വെച്ചിട്ട് തന്നെ ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മളെല്ലാ വീഡിയോസിനകത്തുള്ള പോലെ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട പുതിയ പുതിയ നോളജുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ കിട്ടണം, അറ്റ്ലീസ്റ്റ് ഒരു എൻട്രി, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാനെങ്കിലും പറ്റണമെന്ന് വെച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാർട്ട് BLSൻ്റെ ഒരു ചാർട്ട് അനാലിസിസാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ നിർത്താൻ മറ്റൊന്നും കൊണ്ടല്ല. ഒന്ന് ഔട്ട്ഡോറിലാണ്, ഇപ്പോൾ നോയ്സുകൾ വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാകരുത്. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റായിട്ട് നിങ്ങൾക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസിലോട്ട് നമുക്ക് പോകാം. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വരച്ചിട്ടിട്ടുണ്ട് ഓൾറെഡി നിങ്ങളുടെ സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഒരു ഏകദേശം ഒരു 2016 മുതലുള്ളൊരു ചാർട്ടാണ്. അപ്പം ദാണ്ട് ഇവിടെ നമുക്കൊരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഒരുപാട് നാൾ മുമ്പത്തെ ഒരു ബ്രേക്കാണ്, നമുക്കത് നോക്കാം. ഒരു 2017 മുതലുള്ളൊരു ബ്രേക്കാണ് നമുക്കത് കിട്ടിയേക്കുന്നത്. അപ്പോൾ അവിടെ ഒരു എൻട്രി എടുത്തിട്ടുള്ളവരെല്ലാം നല്ല രീതിക്ക് അറൗണ്ട് ഒരു 500 മുകളിൽ നിങ്ങൾക്കത് ഒപ്പിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അടുത്തുള്ളൊരു മൂവ്മെൻറ്റൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് സൂം ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് പോകാം. ഇപ്പോൾ ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് പോകാം, ഒരു ഡെയിലിയിലോട്ട് പോകാം. ഇപ്പോൾ ഡെയിലി കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം നല്ലൊരു ചാനൽ പാറ്റേണാണ് ഇവിടെ ഉണ്ടായേക്കുന്നത്. ഇപ്പോൾ ഒരുപാട് എൻട്രികൾ ഈ ഒരു ചാനലിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് ഇത് നോക്കാം. ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടിയിട്ടുണ്ട്. നമുക്ക് തൊട്ട് മുകളിലുള്ളതാണ്ട് ഈ കാണുന്ന ഒരു ലൈൻ റെസിസ്റ്റൻസ് വരെ നമുക്ക് എടുക്കാമായിരുന്നു. ഇപ്പം അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ സപ്പോർട്ട് ഏരിയയിലോട്ട് വന്നിട്ട് ആ ലൈൻ വീണ്ടും ബ്രേക്ക് ആയപ്പോഴത്തേക്ക് നമുക്കൊരു എൻട്രി എടുക്കാമായിരുന്നു. ഇപ്പോൾ ഈ ക്രോസ് ലൈൻ നോക്കി, നമുക്ക് ഇവിടെ വരെ മുകളിൽ വരെ പോയില്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് എത്ര പെർസെൻറ്റേജ് നമുക്ക് അവിടെ കിട്ടിയേനെ. അപ്പോൾ നമുക്ക് അവിടെ ഒരു എൻട്രി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വളരെ ചെറിയൊരു ഇവിടെ നമുക്കൊരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് തൊട്ട് താഴെ വെച്ചാൽ പോലും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. അപ്പം ഇവിടെ വരെ പോയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 100% അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ബേസിക്കലി നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമുക്ക് ക്ഷമയുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഏണിങ്സ് നമുക്ക് ഇതിൽ നിന്നുണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ പൈസ മേടിച്ചിട്ട് നിങ്ങളെ പറ്റിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാര്യം നമ്മൾ ജസ്റ്റ് പഠിക്കുന്ന കാര്യങ്ങൾ, പ്രൈസ് ആക്ഷൻ്റെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴും ഒരു ക്വാളിറ്റി നമ്മൾ നിലനിർത്താൻ വേണ്ടി നോക്കും. അപ്പോൾ ഇതിന് തൊട്ടടുത്തുള്ളൊരു എൻട്രി എങ്ങനെ എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരുപാട് ചാർട്ടുകൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ പറ്റും. അപ്പോൾ നമുക്ക് കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കാണുന്നിടത്തൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ ചിലപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിയാൽ നമുക്ക് ഈ മുകളിലത്തെ ഒരു റെസിസ്റ്റൻസ് വരെ നമുക്കൊരു ടാർഗറ്റ് വെച്ചുകൂടെ. അത്രയും വേണ്ടെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് ആ ഒരു റേഞ്ച് വരെയെങ്കിലും നമുക്കൊരു എൻട്രി എടുക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് എത്രയും പോയിന്റ് നമുക്ക് ഏകദേശം അവിടെ വരെ വെച്ചാൽ പോലും നമുക്കിത് കിട്ടും. തൊട്ട് താഴെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചാൽ. അപ്പോൾ നിങ്ങൾ ലോജിക്കലി നിങ്ങൾക്കൊരു എൻട്രി കിട്ടിയാൽ മാത്രം എടുക്കുക. പിന്നെ എപ്പോഴും നിങ്ങൾ താഴേന്ന് വാങ്ങിച്ചിരുന്ന ഒരിക്കലും പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. ഈ ഒരു ലൈൻ്റെ, ഈ കാണുന്ന ഒരു ബ്ലൂ ലൈൻ്റെ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിൻ്റെ താഴെ വരുന്നത് വരെ അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ലൈൻ മൊത്തം മാറും. അപ്പോൾ നമ്മളത് ജസ്റ്റ് നമ്മുടെ ഏകദേശം അവിടെ തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ അത് അടിക്കും. അപ്പോൾ നമ്മുടെ ലോസ് എപ്പോഴും ലിമിറ്റ് ചെയ്യുക, നമ്മുടെ പ്രോഫിറ്റ് എപ്പോഴും റൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാര്യം. എല്ലാ വലിയ ട്രേഡർമാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു അറിവിലുള്ള കാര്യങ്ങൾ എപ്പോഴും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. അപ്പം ഇവിടെ നിങ്ങളൊരു എൻട്രി എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുക. അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എൻ്റെ ഈ പറഞ്ഞേക്കുന്നൊരു അത് പുറത്തുള്ളൊരു സൗണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു എൻട്രി വ്യൂവിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ലോഗ് ചാർട്ടാണ്. തൊട്ട് താഴെ നിങ്ങൾക്ക് അറിയാം എന്നും എല്ലെന്നും കിടക്കുന്നത്. അപ്പോൾ എല്ലായിടത്താലും ലോഗ് ചാർട്ട് നിങ്ങൾക്കത് കിട്ടും. അപ്പം അതിൽ നിങ്ങൾക്കൊരു എൻട്രി എടുക്കാൻ പറ്റും. വീണ്ടും നമുക്ക് വേറൊരു കാര്യം നോക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു ചെറിയൊരു റെസിസ്റ്റൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. പക്ഷേ ഓവറോൾ ഈ ഒരു ചെറിയ റെസിസ്റ്റൻസ് ആയിട്ട് അത് ബ്രേക്ക് ചെയ്ത് പോകാൻ തന്നെയാണ് ചാൻസ്. ഇവിടെ കുറച്ച് നാൾ ഇങ്ങനെ ക്രോസ് ലൈൻ നോക്കിയാൽ മതി. ഇവിടെ കുറച്ചിങ്ങനെ തട്ടി കിടന്നിട്ട് നിങ്ങൾ വരയ്ക്കുമ്പോൾ ചെയ്ത് നീട്ടി വരയ്ക്കുക. ഇത് ബ്രേക്ക് ആയിട്ട് പിന്നെ മുകളിലോട്ട് തന്നെ പോകാനുള്ള ചാൻസ് തന്നെയാണ് ഉള്ളത്. ബൈ ചാൻസ് ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയാലും ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ കയറുക. അപ്പം ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഒരു ബിസിനസ് തന്നെയാണ്. നഷ്ടം എപ്പോഴും കുറയ്ക്കുക. പ്രോഫിറ്റ് എത്ര റൺ ചെയ്യിക്കാൻ പറ്റുമോ അത്ര റൺ ചെയ്യിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 1:2 എങ്കിലും അല്ലെങ്കിൽ 1:1.5 എങ്കിലും നിങ്ങൾ ഒപ്പിക്കുകയെന്ന് നോക്കുക. ഒരിക്കലും 1:1 ഒന്നും വെച്ച് കയറരുത്. നിങ്ങൾക്ക് അത്രയും ഒരു റിസ്ക് സെറ്റപ്പിന് നിങ്ങൾക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാതിരിക്കുക. വേറെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. അപ്പം നമ്മുടെ കേരള ട്രേഡർ ചാനലിൽ ഇനി ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പം ഇത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവരും നന്നായിട്ട് ഏൺ ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം.